ഹായ്, ആർ സി ഗാരേജിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഗാരേജിലായിട്ട് നമ്മൾ പുതിയൊരു ടൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം, ഏത് ടൂളാണ് നമ്മൾ നമ്മുടെ ഗാരേജിലായിട്ട് എടുത്തിരിക്കണതെന്ന്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു മാനുവലാണ്. ഇത് പെയിന്റിങ് എയർ ബ്രഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു നോസിൽ വരുന്നത്. ഇതാണ് അതിൻ്റെ എയർ കംപ്രസർ വരുന്നത്. ഇത് റീചാർജബിൾ ആണ് ഈ ഒരു കംപ്രസർ വരുന്നത്. ഇതാണ് ഇതിന്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിന്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് ഇതിന്റെ എയറിന്റെ പ്രഷർ കൂട്ടാനും കുറക്കാനും ഈ ഒരു ബട്ടണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊരു 3 മോഡൽ ടാങ്കാണ് കേട്ടോ വരുന്നത്. ഒന്ന് ഒരു ചെറിയ ടാങ്ക്, പിന്നെ അതിന്റെ ഒരു വലുത്, അതിന്റെ ഒരു വലുത്. അത് നമുക്ക് പെയിന്റ് അടിക്കാനുള്ള ഏരിയക്ക് അനുസരിച്ച് നമുക്ക് ടാങ്ക് മാറി മാറി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കംപ്രസറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എയർ ബ്രഷ് വെച്ച് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പെയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാരേജിൽ നമ്മളൊരു പെട്രോൾ ബാജയുടെ അപ്ഗ്രേഡിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് സ്പെയർ പാർട്സുകൾ നമുക്ക് പെയിന്റ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു എയർ ബ്രഷ് വെച്ച് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പെയിന്റിങ്. നമ്മൾ ആദ്യം പെട്രോൾ ബാജയുടെ സസ്പെൻഷന്റെ സ്പ്രിങ് ആണ് പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഓറഞ്ച് കളറിലെ പെയിന്റ് കലക്കി നമ്മൾ ഈ ഒരു കപ്പിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ഓൺ ചെയ്യുക. ഇത് ഫുൾ സ്പീഡിലിട്ടാണ് അടിക്കാനായിട്ട്. നമ്മൾ സ്പ്രിംഗ് ഒക്കെ പെയിന്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു ബ്ലാക്ക് പെയിന്റ് കൂടി അടിക്കാണ്ട്, സ്പ്രിങ്ങിനല്ല അതിന്റെ വേറൊരു പാർട്സിന് നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിക്കാണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പെയിന്റ് ചെയ്യാം. നമ്മൾ ഇനി ഈ ഒരു ഫ്രെയിമിന് ബ്ലാക്ക് ആണ് അടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മറ്റേ ഓറഞ്ച് കളറൊക്കെ കഴുകി കളഞ്ഞ് ബ്ലാക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കംപ്രസറിന് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇത്തിരി താമസമാണ് പെയിന്റ് ചെയ്യാനായിട്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ പെയിന്റ് ചെയ്യാൻ പറ്റിയൊരു കംപ്രസർ തന്നെയാണ്. ചെറിയ സ്പെയർ പാർട്സുകളൊക്കെ, വലിയ പാർട്സുകളൊക്കെ ഒന്നും നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമുക്ക് ഈ ഒരു കംപ്രസറിൽ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണാം.